നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭദ്രേ നാരായണൻ. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ചെടിയാണ് ചെമ്പരത്തി. ചെമ്പരത്തി പൂവ് ദേവതകൾക്ക് പ്രിയപ്പെട്ട അത്ഭുത സുന്ദരമായ ഒരു പൂവാണ്. ഇത് വെറും ഒരു അലങ്കാര ചെടിയല്ല, ഭക്തിയുടെയും ശക്തിയുടെയും ആത്മീയ ഊർജത്തിന്റെയും പ്രതീകമാണ്. പക്ഷേ വീട്ടിൽ ചെമ്പരത്തി വെക്കേണ്ട സ്ഥലം നിങ്ങൾക്കറിയാമോ? ശരിയായ ദിശയിൽ വെച്ചാൽ വീട്ടിൽ സമാധാനവും സമൃദ്ധിയും നിറയും. തെറ്റായ സ്ഥാനത്ത് വെച്ചാൽ അതിന്റെ ഫലം കുറയാനും കഴിയും. ചെമ്പരത്തി പ്രധാനമായും ദേവി പാർവതിക്കും മഹാഗണപതിക്കും ശനിദേവനുമാണ് പ്രിയം. ഈ പൂവ് അഗ്നിയുടെയും ചന്ദ്രന്റെയും സംയോജനം പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് വീട്ടിലെ നെഗറ്റീവ് ഊർജം നീക്കി പോസിറ്റീവ് വൈബ്രേഷൻ വർദ്ധിപ്പിക്കുന്നു. ചെമ്പരത്തി പൂവിന്റെ ചുവപ്പ് നിറം ജീവനുള്ള ഊർജത്തിന്റെ പ്രതീകമാണ്. അത് ധൈര്യം, ആത്മവിശ്വാസം, ഉത്സാഹം എല്ലാം വളർത്തും. വീട്ടിൽ ചെമ്പരത്തി വെക്കേണ്ട ശരിയായ ദിശ ഏതാണെന്ന് നോക്കാം. വടക്ക് കിഴക്ക് ദിശയിലാണ് ചെമ്പരത്തി വെക്കാൻ ഏറ്റവും ഉത്തമം. ഈ ദിശയെ ഈശാനമൂല എന്നും പറയുന്നു. ആത്മീയ വളർച്ചയ്ക്കും ഭക്തിവർദ്ധനയ്ക്കും ഏറ്റവും ഉത്തമമാണ് ഈ പ്ലേസ്. കിഴക്ക് ഭാഗം സൂര്യന്റെ ഊർജം ലഭിക്കുന്നതിനാൽ പൂവിന് കൂടുതൽ തേജസ് ലഭിക്കും. തെക്ക് കിഴക്ക് അഗ്നിമൂല, ദേവി ശക്തിയുമായി ബന്ധപ്പെട്ട ഭാഗം. ഇവിടെ ചെമ്പരത്തി വെച്ചാൽ ലക്ഷ്മി ദേവിയുടെയും കാളി അമ്മയുടെയും അനുഗ്രഹം ലഭിക്കും. എന്നാൽ വടക്ക് പടിഞ്ഞാറോ തെക്കു പടിഞ്ഞാറോ ഭാഗത്ത് വെക്കുന്നത് ഒഴിവാക്കുക. അത് ഊർജത്തിന്റെ സമത്വം തകർക്കാം. ചെമ്പരത്തി വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മിതമായ വെള്ളം മാത്രം നൽകുക. അത്യധികം വെള്ളം ചെടി നശിപ്പിക്കും. പഴയ പൂവുകൾ വാടിയാൽ ഉടൻ നീക്കം ചെയ്യണം. അതിൽ നെഗറ്റീവ് ഊർജം അടങ്ങിയിരിക്കും. ചൊവ്വയും വെള്ളിയാഴ്ചയും പൂവിന് വെള്ളമൊഴിച്ച് മന്ത്രം ചൊല്ലുക. ഓം ഹ്രീം ഹ്രീം ചാമുണ്ഡായേ നമഃ. ഈ ഒരു മന്ത്രം വെള്ളം ഒഴിക്കുമ്പോൾ ചൊല്ലാവുന്നതാണ്. വീട്ടിൽ ദിവസവും ഒരു പൂവ് ദേവിക്ക് സമർപ്പിക്കുക. അതാണ് ധനവും ആരോഗ്യവും ആത്മശാന്തിയും നേടാനുള്ള രഹസ്യം. ചെമ്പരത്തി ചെടിക്ക് പ്രത്യേക ജ്യോതിഷ ഗുണങ്ങൾ ഉണ്ട്. ഇത് കുജദോഷം കുറയ്ക്കും. ശനി, രാഹു, കേതു ദോഷങ്ങൾ ഉള്ളവർക്ക് ഗുണം ചെയ്യും. ചെമ്പരത്തി പൂവിന്റെ ചുവപ്പ് നിറം അഗ്നിതത്വം ശക്തമാക്കുന്നു. അതിനാൽ ആത്മവിശ്വാസം, പ്രവർത്തന ശക്തി, ധൈര്യം എല്ലാം വർദ്ധിക്കും. ഒരു ചെമ്പരത്തി ചെടി വീട്ടിൽ വെക്കുന്നത് കൊണ്ട് മാത്രം കാര്യങ്ങൾ ശരിയാകില്ല. അതിനെ സ്നേഹത്തോടെ പരിപാലിക്കണം. ഭക്തിയോടെ പൂവുകൾ സമർപ്പിക്കണം. പൂവുകൾ അർപ്പിക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശവും സമൃദ്ധിയും നിറയ്ക്കും. ഓർക്കുക, ദേവീ പ്രീതി ലഭിക്കാനായിട്ട് ദിവസവും ഓരോ ചെമ്പരത്തിപ്പൂവ് ദേവിക്കായി അർപ്പിക്കുക. ഭാഗ്യം നിങ്ങളെ തേടി വരും. 5 ഇതളുകളുള്ള ചുവന്ന നിറത്തിലുള്ള ചെമ്പരത്തി പൂക്കളാണ് ഉത്തമം. നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ, അവരുടെ ഉപദ്രവം നിങ്ങൾക്കുണ്ടെങ്കിൽ, വീടിന്റെ ഭാഗത്തുകൂടെ വരത്തുപോക്കുണ്ടെങ്കിൽ, അതായത് ദുഷ്ടശക്തികളുടെ വരത്തുപോക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ഈ ചെമ്പരത്തി ചെടി നിങ്ങൾ വളർത്തിക്കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നിങ്ങളെ തേടി വരികയില്ല. നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനുള്ള ശക്തി ഈ ചെമ്പരത്തി ചെടിക്കുണ്ട്. രാവിലെ ഒരു ഉരുളി, അത് സ്റ്റീലിന്റെ ആയാലും ബ്രാസിന്റെ ആയാലും അത് കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അങ്ങനെ ഒരു ഉരുളി എടുക്കുക. അതിൽ വെള്ളം നിറച്ച് അതിന്റെ മുകളിലായിട്ട് 5 ഇതിലുള്ള ചുവന്ന ചെമ്പരത്തി വെക്കുക. നമ്മുടെ വീടിന്റെ മെയിൻ ഡോറിന്റെ കുറച്ച് മുന്നോട്ടായിട്ട്, അതായത് വീടിന്റെ മുൻഭാഗത്തായിട്ട് ഈ കാര്യം വെക്കുക. ദിവസവും ഇങ്ങനെ ചെയ്യുക. രാവിലെ വെക്കുകയോ വൈകുന്നേരമോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയോ അത് എടുത്തു കളയാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വീടിനെയും വീട്ടിൽ താമസിക്കുന്നവരെയും പല ദോഷങ്ങളിൽ നിന്നും രക്ഷിക്കും. അത്രമേൽ പവർഫുൾ ഉള്ള ഒരു കാര്യമാണിത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആ ദോഷങ്ങളെ അത് ഇല്ലാതാക്കും എന്നുള്ളതാണ്. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം. ഭദ്രേ നാരായണ.